ഇന്നലെ ഗുരുവായൂരിൽ മന്ത്രി എ പി അനിൽകുമാറിൻ്റെ മകൻ്റെ വിവാഹ ചടങ്ങ് നടന്നപ്പോൾ അവിടെ ആ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രി വി ഡി സതീശൻ അദ്ദേഹം ഗുരുവായൂരിൽ ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. കെ കരുണാകരന് ശേഷം പിന്നെ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി ഗുരുവായൂർ സന്ദർശിക്കുന്നത്, ദർശനം നടത്തുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. പിണറായി വിജയൻ എന്നെ ഇടയ്ക്ക് പോയത് എന്നിട്ട് ചോദിച്ചാൽ ദാറ്റ് പോർഷനിലാണോ ലോർഡ് ഗുരുവായൂരപ്പൻ സിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് പോകും. അല്ല, അതേ പിന്നെ ദർശനം നടത്താൻ പോയാലും ഇപ്പുറത്ത് മാറിയെന്ന് കണ്ടിട്ട് പോയത് മകനാണല്ലോ അവിടുത്തെ. അങ്ങനെ പറഞ്ഞു കൊടുത്തേ, ഇവിടുന്ന് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഇടത്ത് തിരിഞ്ഞു വലത്ത് പോയി അങ്ങനെ ശരിയാണോ എന്ന് വെരിഫൈ ചെയ്ത് നോക്കിയതായിരിക്കും. എന്തായാലും ആ ഒരു ഇന്നലത്തെ ഒരു കല്യാണം വലിയ വിവാദം. അത് പല രീതിയിലാണ്. ഇന്നലെ ആ കല്യാണത്തിന്റെ പല പോർഷനെയും നോക്കുമ്പോൾ മൊത്തത്തിൽ ഒരു രസം. ഒന്ന്, ഈ എ പി അനിൽകുമാറിന്റെ മകൻ അത് ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹം മന്ത്രിയുടെ കാറെ വന്നിറങ്ങി എന്നുള്ളത് ഒരു വിവാദം. രണ്ട്, വി ഡി സതീശൻ തിരക്കുള്ള ദിവസം മുഖ്യമന്ത്രി എന്ന നിലയിൽ വൻ സന്നാഹവുമായിട്ട് വന്ന് അവിടെ ദർശനത്തിന് കാത്തു നിന്ന ആയിരങ്ങളെ പരിപാടിയിലാക്കി എന്ന് പറഞ്ഞ് ഒരു വിവാദം. മൂന്ന്, പിന്നെ വേറെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച അവിടെ കണ്ടത്, രാഹുൽ മാങ്കൂട്ടത്തെ വട്ടമിട്ട് സ്ത്രീകളെല്ലാം കൂടെ സെൽഫി എടുക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ പിടിച്ചു നിർത്തിയിരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഗുരുവായൂരപ്പനേക്കാൾ ഇന്നലെ അവിടെ ഷൈൻ ചെയ്തത് രാഹുൽ മാങ്കൂട്ടമാണ്. കാരണം ഗുരുവായൂരപ്പനെ കാണുന്നതിനേക്കാൾ താല്പര്യത്തോടെയാണ് ഒത്തിരി സ്ത്രീകൾ, പ്രായമുള്ളത്, പലവിധ ഏജ് ഗ്രൂപ്പുള്ള സ്ത്രീകൾ എല്ലാവരും പടം എടുത്ത് അവർ ഫേസ്ബുക്കിൽ ഇടുന്നു. ആ ഫേസ്ബുക്കിൽ ഇട്ടതിൻ്റെ അടിയിൽ ഈ സ്ത്രീകളെ കേട്ടാലറയ്ക്കുന്ന അസഭ്യം പറഞ്ഞുകൊണ്ട് സൈബർ സഖാക്കളും കോൺഗ്രസ്സുകാരിൽ ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. ഏതായാലും പക്ഷേ വി ഡി സതീശൻ അവിടെ ദർശനം നടത്തിയതിനെ ബന്ധപ്പെട്ട് ഇപ്പോൾ ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പറഞ്ഞതുപോലെ ഒന്നും നടന്നിട്ടില്ല. അവിടുത്തെ ദർശനത്തിന് തടസ്സം വന്നിട്ടില്ല, അതിന്റെ നിവേദ്യം കൊണ്ടുവന്നതിന് തടസ്സം വന്നില്ല. അത് അവിടുന്ന് പായസമായിട്ട് വന്ന സമയത്ത്, ഉച്ചയ്ക്ക് പായസ നിവേദ്യമായിട്ട് വന്ന സമയത്ത് അദ്ദേഹം ഒതുങ്ങി നിന്ന് കൊടുത്തു 1 മണിക്കൂറോളം. അദ്ദേഹത്തിന് വേണ്ടി ഇത് അവിടെ മാറ്റി വെക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അത് വേണ്ട. ഇപ്പൊ എന്താണെങ്കിലും ഒരു 4500 രൂപ അടച്ച് സ്പെഷ്യൽ പൂജയ്ക്കുള്ള എല്ലാം അടച്ചിരുന്നു. എല്ലാം വളരെ ഭംഗിയായി കലാശിച്ചു. അദ്ദേഹം അവിടെ എത്തിയപ്പോൾ അവിടെ ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞു മുഖ്യമന്ത്രിക്കൊപ്പം 4 പേര് പാടുള്ളൂ. 4 പേരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് കയറാമെന്ന് പറഞ്ഞു. അതായത് പെയ്ഡ് ദർശനമുണ്ട്. അത് ഗുരുവായൂരുണ്ട്, പളനിയുണ്ട്, തിരുപ്പതിയുണ്ട്. നമ്മൾ അതിന് 4500 രൂപ അടച്ചാൽ നമുക്ക് ഏറ്റവും അടുത്ത് നിന്ന് ഒരു തിരക്കും ഇല്ലാതെ നമുക്ക് മാത്രം VIP ദർശനം കിട്ടും. VIP ദർശനത്തിനുള്ള പൈസയാണ് അദ്ദേഹം അടച്ചത്. ഒരു VIP ദർശനത്തിന് 4500 രൂപ അടച്ചാൽ 4 പേർക്ക് അതിൻ്റെ കൂടെ പോകാം. പിന്നെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പോകേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതൊന്നും വേണ്ട എന്ന് അദ്ദേഹം അതൊന്ന് പൊളിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അതെ, അത് ആ സംഭവം ഇന്ന് പൊളിഞ്ഞു. 2, അവിടുത്തെ ഒരു ചടങ്ങിനും അദ്ദേഹത്തിന്റെ ദർശനം തടസ്സമായിട്ടേ ഇല്ല. അദ്ദേഹം വളരെ നീറ്റായിട്ട് വന്നു. പൈസ കൊടുത്ത് 32,000 രൂപ കൊടുത്ത് തുലാഭാരം നടത്തിയത്. 32,000 മറ്റു വഴിപാടുകളും എല്ലാം അവിടുത്തെ ഒരു ചടങ്ങിനെ ബാധിക്കാതെ. VVIP പരിഗണന ഉണ്ട്, അത് കാശ് കൊടുത്ത് മേടിച്ചുകൊണ്ടാണ് അദ്ദേഹം കയറിയത്. VVIP പരിഗണനയ്ക്ക് അവിടെ പൈസ കൊടുക്കണം, അതിന് പൈസ കൊടുത്തുകൊണ്ടാണ് കയറിയത്. അതോടുകൂടി എന്താ സംഭവിച്ചേ, ഈ പറയുന്ന സൈബർ ആ വ്യാജ പ്രചരണം എല്ലാം പൊളിഞ്ഞിടങ്ങി. എങ്ങനെയെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കി പിണറായി വിജയനെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടി ഉള്ള നെട്ടോട്ടത്തിലാണ് സൈബർ സഖാക്കൾ. എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും പടുകുഴി വീണുപോയി ആളിനെ കഴിഞ്ഞ ദിവസം കണ്ടില്ല. മരുമകൻ്റെ ഭാഗം ഒരു ഇതുണ്ടായിരുന്നു. അതാണ് രസം. പിണറായി വിജയൻ്റെ പിറന്നാളിനെ ആശംസിക്കാൻ മരുമ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഈ പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദനോ രാഷ്ട്രീയ നേതാക്കളോ സാംസ്കാരിക നായകരോ ആരുമില്ല. സാറിന് സാംസ്കാരിക നായകരെല്ലാം ഫേസ്ബുക്കിൽ പടവിട്ട് അവിടെ തിരുവാതിര നടത്തുന്നതാണ്. പക്ഷെ ഒന്നുമില്ല, ആരുമില്ല. അധികാരം പോയ പിണറായി ആർക്ക് വേണം? മാത്രമല്ല ഇനി ഒരിക്കലും തിരിച്ചു വരത്തുമില്ല. 100% ഉറപ്പായി കഴിഞ്ഞു. ഇപ്പൊ തനിക്ക് താനും പുരയ്ക്ക് തോന്നും. ആ കഷ്ടപ്പെട്ട മരുമോനെ എങ്ങനെയെങ്കിലും ഒന്ന് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം നടക്കുക. ഇതിനിടയ്ക്ക് ഇന്നും ഒരുപാടടുത്ത് വിമർശനം ഉണ്ടായിട്ടുണ്ട്. കൊല്ലത്തെങ്ങാണ്ട് ശാസ്താംകോട്ടല്ലോ എന്താ കുന്നത്തൂര് അവിടുത്തെ MLA കുറിച്ച് എന്താണ് മറ്റേ നരേന്ദ്രൻ മകൻ ജയകാന്തൻ അല്ല മേഘം സിനിമയിലെ ശ്രീനിവാസന്റെ നാട്ടിലെ പട്ടിയും പൂച്ചയ്ക്കും MLA തോറ്റുപോന്നറിയാം. MLA തോറ്റുപോകുന്നറിയാം. ഇയാളെ ഒരു കാരണവശാലും മത്സരിപ്പിക്കാൻ പാടില്ല, കോവൂർ കുഞ്ഞു വരെ മത്സരിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൂടാതെ അയാളെ വീണ്ടും മത്സരിപ്പിച്ചു, തോറ്റുപോയി. അത് CPMന്റെ സ്ഥാനത്ത് നിർത്തണമെന്നായിരുന്നു പാർട്ടിയുടെ ആവശ്യം. ഇയാൾ നിന്നിട്ട് കാര്യമില്ല, ജയിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് അയാൾക്ക് വെറുതെ സീറ്റ് കൊടുത്തു, ഒരു സീറ്റ് കൊണ്ട് കളഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ ദിവസവും വിമർശനം വന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കും പാർട്ടി. CPM നേതാക്കളൊക്കെ സിനിമാ പ്രേമികളാണ് നമുക്ക് മനസ്സിലാക്കാം. ഈ ദിവസങ്ങൾ നടന്ന എല്ലാ വിമർശനത്തിലും സിനിമയിലെ ഓരോ ഭാഗങ്ങളെടുത്താണ് അവർ ട്രോളുന്നത്. അതെ, ശേഖര നിന്റെ ഭാഷയ്ക്ക് ഒരു ശുദ്ധി വന്നിരിക്കുന്നു. അത് നമ്മുടെ മാഷിന്റെ രാവണപ്രഭുവിന്റെ ഡയലോഗാണ്. എന്താണ്
എവിടുത്തെ സഹാക്കളായിരുന്നു? കൊല്ലം ജില്ലയിലെ കൊല്ലം സഹാക്കൾ. ഇവിടെ തന്നെ. അത് സംസ്ഥാന കമ്മിറ്റിയൊക്കെ എം വിജയകുമാറിനെ ഇരുത്തിക്കൊണ്ടാണ് അവർ പറഞ്ഞതെന്നാണ് പറയപ്പെടുന്നത്. അത് വളരെ രസകരമായിട്ട് പറഞ്ഞു. അപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ എപ്പോഴും ഇങ്ങനെ ഇവർക്കെതിരെ വിമർശനം നിൽക്കുന്നു. ഈ യു ഡി എഫിൻ്റെ ഭരണ നേട്ടങ്ങൾ അല്ലെ യു ഡി എഫ് അങ്ങോട്ട് കയറിയ പുറകെയുള്ള നല്ലപോലെ ഭരിച്ച് അവർ മുന്നോട്ട് പോകുമ്പോൾ അതിനുള്ള കയ്യടി ഒരു വശത്ത് നടക്കുമ്പോൾ ഇങ്ങേ സൈഡിൽ കൂക്കുവിളിയാണ് പിണറായി വിജയനുള്ളത്. അത് മാത്രമല്ല, ഈ വർഗീയത ഗുരുവായൂർ എടുക്കുമ്പോൾ അത് ശരിക്കും വർഗീയത പ്രചരിപ്പിക്കാമല്ലോ. അതെ, CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഹിന്ദുത്വത്തിൻ്റെ വക്താക്കൾ ഞങ്ങളാണെന്ന രീതിയിലാണ് അവർ പലപ്പോഴും പെരുമാറുന്നത്. ഏതായാലും പക്ഷേ അങ്ങനെ ഒന്നും അല്ല എന്നുള്ള കാര്യം ഇപ്പോൾ ഈ പുറത്തു വന്ന വാർത്തകൾ അതായത് ഭഗവാനെ തൊഴാത്ത പിണറായി വിജയനേക്കാൾ അപകടകാരിയാണ് ഭഗവാനെ തൊഴാത്ത വി ഡി സതീശൻ എന്നാണ്. കാരണം ഇദ്ദേഹം അവിടെ വരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഇത് കാരണം ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അദ്ദേഹം തൊഴാത്തതുകൊണ്ട്. പക്ഷേ ഇയാൾ വിശ്വാസി ആയതുകൊണ്ട് ഇയാൾ അവിടെ വന്നുകൊണ്ട് ഭക്തജനങ്ങൾ മണിക്കൂറുകളോളം അവധി ദിവസം ക്യൂവിൽ നിന്നു. അതൊരു വിഷയം. അപ്പോൾ ഈ പിണറായി വിജയനെതിരായ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും മറയ്ക്കാൻ വേണ്ടിയാണ് ഓരോന്നും കൊണ്ടുവരുന്നത്. എല്ലാം മുളയിലെ തന്നെ പൊട്ട് കാണും. ഇന്നലെ അനിൽകുമാറിനെതിരെ കൊണ്ടുവന്നത് എന്താ? അദ്ദേഹത്തിൻ്റെ മകനും ഭാര്യയും എല്ലാം കൂടെ മകൻ്റെ വിവാഹ ചടങ്ങിൽ മന്ത്രിയുടെ വാഹനത്തിൽ കടന്ന് വന്നു. ഈ മന്ത്രിയുടെ വാഹനത്തിൽ കുടുംബാംഗങ്ങൾ കയറരുതെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ബെസ്റ്റ്. നമ്മൾ അങ്ങനെയാണെങ്കിൽ പിണറായിയുടെ ഉപയോഗിച്ചിരുന്നത് എത്ര കാറുകൾ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി എന്നുള്ളതല്ല. അതിൻ്റെ കുടുംബാംഗങ്ങൾ ഇപ്പോഴും സ്വന്തം കാറിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതെ, സർക്കാർ കാർ തന്നെയാണ് പോയിരുന്നത്. പാളയം മാർക്കറ്റ് മീൻ വാങ്ങിക്കാൻ പോയതും അതിൽ തന്നെയായിരുന്നു. അല്ല, കമല എവിടെയെങ്കിലും പോയിട്ട് റെയിൽവേ സ്റ്റേഷൻ വന്നിറങ്ങുമ്പോൾ ADGP അജിത് കുമാർ സഹിതമായിരുന്നു പോയി എയർപോർട്ടിൽ കാത്തു നിന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെയുള്ള പിണറായി വിജയനെ രക്ഷപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള നീക്കങ്ങൾ ഗിമ്മിക്സ് ആണ്. പക്ഷേ അതെല്ലാം പൊളിയുന്നത്. അതിനുവേണ്ടിയാണ് അനിൽകുമാർ. ആരാണ് അവർക്ക് ബുദ്ധി ഉപദേശിക്കുന്നത്? കിണർ പോലും ചവിട്ടിയെടുത്ത് വെളി കളഞ്ഞാണ് മിക്കവാറും. ഇല്ല, എന്തെങ്കിലും ഒരു വലിയ വിഷയം കോൺഗ്രസിനെതിരെ കൊണ്ടുവരാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ഇവർക്ക് കുറച്ച് ദിവസം ആ മുഖ്യമന്ത്രി ചർച്ച വൈകിയപ്പോൾ ഉള്ള കുറച്ച് ഡയലോഗ് വിടാൻ പറ്റി എന്നുള്ളതല്ലാതെ അതിനുശേഷം വന്ന മൊത്തം കാര്യങ്ങൾ നമ്മൾ മുമ്പേ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ മൊത്തം തിരിച്ചടിച്ചു എന്ന് മാത്രമല്ല, ഇപ്പോൾ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളിലൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ സിനിമാ പാട്ടും ചീത്തവഴി സിനിമാ ഡയലോഗൊക്കെ പറഞ്ഞാണ് ഈ പാർട്ടി നേതാക്കളും അണികളും സ്വന്തം നേതാക്കന്മാരെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൗരവമേറിയ ഒരു ചർച്ച നയിക്കാൻ ഒരു ചർച്ച ഇതിലേക്ക് കൊണ്ടുവരാനോ അത് പിടിക്കാനോ ഇവർക്ക് കഴിയുന്നില്ല. ഇപ്പോഴും പിണറായി വിജയൻ്റെ വിഷയങ്ങൾ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയം മറികടക്കാൻ തക്കതായിട്ടുള്ള ഒരു വിവാദവും ഇപ്പം എറണാകുളത്തെ കുന്നത്തുനാട്ടിലെ കുടിയൊഴിപ്പിക്കലിനെതിരെ ഇവർ സമരം ചെയ്യുന്നുണ്ട്. അവിടെയും ചീറ്റിക്കിടക്കുകയാണ്. അതിലിപ്പോൾ ഗോവിന്ദ മാഷ് വിശദീകരിച്ചിട്ടങ്ങ് പോയി. ഇനി എനിക്ക് തോന്നുന്നു ഈ ദിവസങ്ങളിൽ സമരം ഏറ്റെടുക്കാൻ വേണ്ടി അവർ ഇങ്ങോട്ട് സന്നദ്ധരായി വരുമെന്ന് അറിഞ്ഞൂടാ. കാരണം ഇത് കോടതി ഉത്തരവാണ്. ഗോവിന്ദ മാഷ് പറയും പോലെയല്ല, ഉത്തരവ് അനുസരിച്ചേ പറ്റുള്ളൂ. നേരത്തെ ഇവർ സർക്കാർ സമയത്തും 14 തവണ എങ്ങാണ്ട് പോലീസ് വന്നിട്ട് അന്ന് നടത്താതെ പോയെന്നാണ് പറയുന്നത്. അന്നൊക്കെ ഇടപെട്ടത് ഈ സർക്കാർ തന്നെ ആയിരിക്കും എന്നുള്ള ഉറപ്പാണല്ലോ. പിന്നെ എന്നിട്ട് ഇനിയിപ്പം സതീശൻ്റെ മേൽ കുതിരാറാൻ വന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കും. എന്തായാലും ആ ഗുരുവായൂർ എപ്പിസോഡും ചീറ്റി കുളമായി ആകെ നാറി. ഇനിയും പുതിയ എന്ത് വിഷയം എന്ന് കീഴും എന്ന് കാത്തിരിക്കുകയാണ് അന്തം കമ്മി സൈബർ സഖാക്കളും MP ഗോവിന്ദനും പിണറായി വിജയനും. ഇനിയും ഗുരുവായൂരപ്പനെ തന്നെ ഇവർ പ്രാർത്ഥിക്കുമോ എന്ന് പോലും നമുക്ക് അറിഞ്ഞു. ശബരിമല അയ്യപ്പൻ്റെ കളിക്കാൻ പോയതിൻ്റെ ക്ഷീണം ഇനി മാറിയിട്ടില്ല. അതാണ് ഇനി അടുത്തിന് ഗുരുവായൂരപ്പനെ കയറി പിടിക്കാനാണ് ഇവരിപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്.